അടികിട്ടി ഹോസ്പിറ്റലായതിനു ശേഷമുള്ള ഷാഫിയുടെ ആദ്യ വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ്. വളരെ അവശനായ നിലയിലായിരുന്നു മൂക്കിന്റെ ശസ്ത്രക്രിയ കഴിഞ്ഞതിന് ശേഷം ഷാഫിയെ കണ്ടത്. അടികിട്ടി 3-ാം മിനിറ്റിൽ ഷാഫി ആ വേദനയെ പോലും മറന്ന് ഞെടിക്കുന്നത് നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ പുറത്തു വരുന്ന ഒരു വീഡിയോ ഓപ്പറേഷൻ കഴിഞ്ഞ് ആശുപത്രിയിൽ കിടക്കുന്ന ഷാഫിയെ കാണാൻ ആളുകൾ എത്തിയ ദൃശ്യങ്ങളാണ്. അതേസമയം പേരാമ്പ്ര സംഘർഷത്തിൽ പോലീസുകാർക്കെതിരെ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് ഷാഫി പരാതി നൽകിയിട്ടുണ്ട്. 2 DYSPമാരുടെ നേതൃത്വത്തിലുള്ള പോലീസ് മർദ്ദിച്ചുവെന്നും റൂറൽ SP പരസ്യമായി സമ്മതിച്ച സാഹചര്യത്തിൽ പോലീസുകാർക്കെതിരെ അടിയന്തര നടപടിയെടുക്കണമെന്നുമാണ് ഷാഫിയുടെ പരാതി. സ്പീക്കർക്കും പ്രിവിലേജ് കമ്മിറ്റിക്കുമാണ് ഷാഫി പരാതി നൽകിയത്. വടകര DYSP ഹരിപ്രസാദ്, പേരാമ്പ്ര DYSP N സുനിൽകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള പോലീസ് തന്നെ ആക്രമിച്ചുവെന്നും പരാതിയിൽ പറയുന്നുണ്ട്. അതിനിടയിൽ ഷാഫി പറമ്പിലിനെതിരായ മർദ്ദനത്തിൽ ഗൂഢാലോചനയുണ്ടെന്നും അത് പുറത്തു കൊണ്ടുവരണമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശനും പറഞ്ഞിട്ടുണ്ട്. SP ഓർഡർ കൊടുക്കാതെ എങ്ങനെ ലാത്തി ചാർജ് നടന്നു എന്നതിന് മറുപടി വേണമെന്നും പ്രതിപക്ഷ നേതാവ് ആരായുകയാണ്. സ്വർണ്ണപ്പാളി പ്രശ്നത്തിൽ നിന്നും തലയൂരാനുള്ള ശ്രമങ്ങളുടെ ഭാഗമാണിതെന്ന് PK കുഞ്ഞാലിക്കുട്ടിയും ആരോപിച്ചു കഴിഞ്ഞു. ഷാഫി പറമ്പിൽ MP പോലീസ് തല്ലിയത് ശരിയല്ല എന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടിയും പറഞ്ഞിട്ടുണ്ട്. ഷാഫി പറമ്പിൽ MPക്കെതിരെ പോലീസ് നടപടിയിൽ പ്രതിഷേധം കടുപ്പിക്കുകയാണ് കോൺഗ്രസ്. SPയുടെ സംഭാഷണം അറിയാതെ പുറത്തു വന്നതാണെന്നും ഷാഫിയെ മർദ്ദിച്ചതിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു. സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന ഷാഫി പറമ്പിൽ MPയുടെ നില അതൃപ്തികരമാണെന്ന് ആശുപത്രി വൃത്തങ്ങളും അറിയിച്ചു. ഷാഫിയുടെ ശസ്ത്രക്രിയയ്ക്ക് ശേഷമുള്ള ആദ്യ വീഡിയോ ദൃശ്യങ്ങളിലേക്ക് പോകാം.